പല ടൈപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബീഡ്സിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബെൻസി ഫാഷനിലേക്ക് വന്നോട്ടോ. എന്തൊക്കെ ടൈപ്പൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഞങ്ങൾക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് കേൾക്കുമ്പോൾ പ്രത്യേക തരം രസമാട്ടോ. അപ്പോൾ സ്കൂളിലത്തെ ഒരു ഓർമ്മകളൊക്കെ ആട്ടോ. എനിക്കതൊക്കെ എനിക്കെന്നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കൂടുതൽ വീട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഷോപ്പിൽ വർക്ക് ചെയ്യണ കാരണം അപ്പോൾ അതൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ന്യൂ ഷോപ്പിലത്തെ ഇതൊന്നും കൂടുതൽ സെറ്റിങ്സ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ വെക്കൂട്ടോ. അപ്പോൾ പൊട്ടിച്ചത് ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് 2 മീറ്റർ ക്യാൻവാസ് മേലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ താഴോട്ടേക്ക് വന്നിട്ടാ. ഇത് കുട്ടികളുടെ ഡ്രസ്സാട്ടോ, ഇത് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലും ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. താഴോട്ടേക്ക് വന്നപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഷോപ്പിലായ കാരണം പിന്നെ സമയം പോണതൊന്നും അറിയില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ എന്ത് ടൈം പോകാത്ത ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും കേട്ടോ. ഷോപ്പിലായ കാരണം പിന്നെ അവിടെ വർക്ക് ഇവിടെ വർക്ക്, പിന്നെ ഓരോന്ന് വർത്താനം പറഞ്ഞിരിക്കുക, തമാശ പറഞ്ഞിരിക്കുക, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ വേഗം നേരെ ഇതാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ അങ്ങനെ നേരം പോകാത്തത് എന്താ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ വേറെ ഒരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കുട്ടികളെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നോക്കാനൊന്നും ഇല്ല. അവർക്ക് സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കിന് പോകണതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വരുമാനം ആവുകയും ചെയ്യും. പിന്നെ അതേപോലെ കുറച്ച് ഹാപ്പിനെസ്സും കിട്ടുകയും ചെയ്യും, എൻജോയ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ഇങ്ങനെയുള്ള നമ്മളെ വർക്ക് എന്താണെന്നുള്ളതല്ല, നമ്മളെ ഹാപ്പി, നമ്മളെ സന്തോഷം എന്താണെന്നുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കിന് പോകണതായിരിക്കട്ടെ നല്ലത്. ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് ഗ്യാപ്പിട്ടതിൻ്റെ ശേഷം മിച്ചർ ചിപ്സ് ഒക്കെ കിട്ടി ഉപ്പ് ഇടുന്ന കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തേക്കണ പരിപാടിയൊന്നുമില്ല, ഒക്കെ ഞാനപ്പോൾ തന്നെ പൊട്ടിച്ച് നശിപ്പിക്കും കേട്ടോ. പിന്നെ ബാക്കി എടുത്തേക്കും. പിന്നെ കമ്പനിക്കൊന്നും ഫുഡ് കഴിക്കാനൊന്നും ആരുമില്ല കേട്ടോ. അനിയനൊക്കെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ആസ്വദിച്ച് കഴിക്കണം. അപ്പം നോക്കിയേ, ബൈ.